ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ ജോയിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫുൾ ജോയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് രണ്ട് ടേബിൾ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കൊടുത്ത പോലെ രണ്ട് ടേബിൾ ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ഓർഡേഴ്സ് എന്നുള്ള ഒരു ടേബിളും രണ്ടാമത്തെ കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ടേബിളും. ഇതിൽ ഓർഡേഴ്സിൽ എന്തെല്ലാം ഉണ്ട്? ഓർഡർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ ഐ ഡി ഉണ്ട്, ഓർഡർ ഡേറ്റ് ഉണ്ട്. അതേപോലെ കസ്റ്റമേഴ്സിൽ എന്തെല്ലാം ഉണ്ട്? കസ്റ്റമർ ഐ ഡി ഉണ്ട്, കസ്റ്റമർ നെയിം ഉണ്ട്. ഓക്കെ, ഇനി ഫുൾ ജോയിൻ, ഇനി ഈ രണ്ട് ടേബിളിനെയും നമുക്ക് എന്താക്കണം? ഫുൾ ജോയിൻ ചെയ്യണം. ഈ ഫുൾ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർ ടേബിള് നമ്മൾ ഓണിനുള്ള കീവേഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ ജോയിനിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൺ ഉപയോഗിക്കുന്നത് കസ്റ്റമർ ഐ ഡി രണ്ടിലും കോമൺ ആണ്. ഇവിടെ കസ്റ്റമർ ഐ ഡി ഉണ്ട്, ഇവിടെയും കസ്റ്റമർ ഐ ഡി ഉണ്ട്. അപ്പോൾ ഫുൾ ജോയിൻ എഴുതിയതിനു ശേഷം ഓൺ കസ്റ്റമർ ഐ ഡി എന്ന് കൊടുത്താൽ ഇതിൽ കസ്റ്റമർ ഐ ഡി കണ്ടോ? 101 ഉണ്ട്, ഇവിടെ 101 ഉണ്ട്. പിന്നെ 102 ഉണ്ട്, ഇവിടെ 102 ഉണ്ട്. ഇവിടെ 103 ഇതിൽ മാത്രമാണുള്ളത്, ഇതിൽ 103 ഇല്ല. ഇവിടെ 104 ഉണ്ട്, ഇവിടെ 103 ഇല്ല. അപ്പോൾ ഇത് രണ്ടും ഫുൾ ജോയിൻ ചെയ്താൽ കസ്റ്റമർ ഐ ഡി കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഏതെല്ലാം സെലക്ട് ചെയ്യുന്നത് നോക്കും. അപ്പോൾ ഞാനിവിടെ ഇതിൽ സെലക്ട് ചെയ്യുന്നത് ഓർഡർ ടേബിൾ, ഞാൻ ഓർഡർ ഐ ഡി സെലക്ട് ചെയ്യും. അതേപോലെ തന്നെ കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്യും, ഓർഡർ ഡേറ്റും സെലക്ട് ചെയ്യും. എന്നാൽ ഈ കസ്റ്റമേഴ്സ് ടേബിളിൽ ഞാൻ ഓർഡർ നെയിം മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് എങ്ങനെ ഉണ്ടായാലും നോക്കാം. അതിൻ്റെ കോഡ് എങ്ങനെ ഉണ്ടായാലും നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ സെലക്ട് കൊടുത്ത് ഞാൻ ആദ്യം സെലക്ട് ചെയ്ത് ഇപ്പം നോക്കണ്ട, ഫ്രം ഓർഡേഴ്സ് എടുത്ത് പിന്നെ ഫുൾ ജോയിൻ കസ്റ്റമർ എന്നുള്ളതും എടുത്ത്, എന്നിട്ട് കീവേഡ് ഏതാണ്? ഓൺ ഓർഡേഴ്സ് ഡോട്ട് അപ്പോൾ ഫുൾ ജോയിൻ എന്നുള്ളത് കസ്റ്റമേഴ്സ് എന്നുള്ളതും പിന്നെ ഓൺ എന്നുള്ളതിന് നമ്മൾ കീവേഡായിട്ട് കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ ഐ ഡി എന്നും ഈക്വൽ ടു കസ്റ്റമർ ഡോട്ട് കസ്റ്റമേഴ്സ് ഐ ഡി. അപ്പോൾ ഈ ഫ്രം എന്നുള്ളതിൽ ഓർഡേഴ്സ് എന്നുള്ള ടേബിളാണ് നമ്മൾ എടുത്തത്. ഫുൾ ജോയിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്നുള്ള ടേബിളാണ്. ഇനി ഇതിലേതെല്ലാം കോളംസ് ആണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നതാണ്. ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്ന് ഓർഡേഴ്സ് ഐ ഡിയും, ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ കസ്റ്റമർ ഐ ഡി, ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ കസ്റ്റമർ ഡേറ്റ്, പിന്നെ കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്ന് കസ്റ്റമർ നെയിം. ഇത്ര ചെയ്തിട്ട് നമ്മളിത് റൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ ടേബിൾ കിട്ടൽ, ഔട്ട്പുട്ട് ടേബിൾ ഇങ്ങനെ ആയിരിക്കും. ഓർഡേഴ്സ് ഐ ഡി 1 2 3 നള്ള് എന്ന് ഇവിടെ വന്നു. പിന്നെ അതേപോലെ തന്നെ ഈ നള്ള് എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർഡേഴ്സ് ഐ ഡി എന്നുള്ളത് ഓർഡർ ടേബിൾസിൽ മാത്രമേ ഓർഡേഴ്സ് ഐ ഡി ഉള്ളൂ. ഓക്കെ, പക്ഷേ കസ്റ്റമേഴ്സ് ടേബിളിൽ ഓർഡേഴ്സ് ഐ ഡി ഇല്ല. എന്നാൽ ഈ കസ്റ്റമർ ഐ ഡി രണ്ടിലും ഉണ്ടായത് കൊണ്ട് ഇതേ കസ്റ്റമർ ഐ ഡി വന്നതിനെല്ലാം സെയിം ഓർഡേഴ്സ് ഐ ഡി കൊടുത്തു. ഇനി ഇതിലില്ലാത്തൊരു കസ്റ്റമർ ഐ ഡി ഇവിടെ വന്നപ്പോൾ അതിന് അവിടെ നള്ള് കൊടുത്തതാണ്. ഓക്കെ, അതാണ് ഈ നൾ. പിന്നെ ഈ കസ്റ്റമർ ഐ ഡി 101 102 103, അത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഓർഡേഴ്സ് കസ്റ്റമർ ഐ ഡി 101 102 103. ഇനി ഇത് 101 102 ഇത് രണ്ടും കോമൺ ആയിട്ട് വന്നതാണ്. കോമൺ ആയിട്ട് വന്നതിന് അതിൻ്റെ നെയിം ആലീസ് ബോബ് എന്നുള്ളത് നമ്മൾ കറസ്പോണ്ടിങ് നെയിം കൊടുക്കും. ഇനി 103 ഇവിടെ 104 കസ്റ്റമർ ടേബിൾ ഇല്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ 103 ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമർ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കസ്റ്റമർ നെയിം നള്ളായിരിക്കും. അതേപോലെ 104 ഓർഡേഴ്സ് ടേബിൾ ഉണ്ട്, അല്ല കസ്റ്റമർ ടേബിൾ ഉണ്ട്, ഓർഡർ ടേബിൾ ഇല്ല. അപ്പോൾ അവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നള്ളായിരിക്കും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് ബിഗ് ക്വറിയിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഇനി പിക്വറിയിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം സാധനം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇത് സെലക്ട് എന്നുള്ളതിന് സെലക്ട് ചെയ്യുക. നമ്മൾ ആദ്യം പോലെ സെലക്ട് ചെയ്തിട്ട് നേരെ ഇത് ലാസ്റ്റ് ചെയ്തെന്ന് സെലക്ട് ചെയ്ത് ഫാമേഴ്സ് ഡാറ്റ കസ്റ്റമർ ടാബ് എന്നുള്ള ടാബിൽ നിന്ന് അതിനെ ആസ് കസ്റ്റമർ ആയിട്ട് സെലക്ട് ചെയ്ത് ഫുൾ ജോയിൻ കൊടുത്ത് ഫാമേഴ്സ് ഡാറ്റ ഡോട്ട് ഓർഡർ ടാബ് ആസ് ഓർഡർ എന്നുള്ള സെലക്ട് ചെയ്തു. എന്നിട്ട് ഓൺ എന്നുള്ള കീവേഡിൽ കൊടുത്ത് കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇസ് ഈക്വൽ ടു കസ്റ്റമർ ഡോട്ട് കസ്റ്റമർ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി. ഓക്കെ, എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയ ടേബിളുകൾ ഓർഡേഴ്സ് ഡോട്ട് ഓർഡേഴ്സ് ഐ ഡി ഓർഡേഴ്സ് ടേബിളിനും പിന്നെ അതേപോലെ തന്നെ ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ഐ ഡി എടുത്ത് ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഡേറ്റ് എടുത്ത് ദെൻ കസ്റ്റമർ ഫാമേഴ്സ് ഡോട്ട് കസ്റ്റമർ ടാബ് എന്നുള്ളതിന് നമ്മൾ കസ്റ്റമർ നെയിം കൊടുക്കും. എന്നിട്ട് ഇത് റൺ ചെയ്താലേ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ ഓക്കെ, ഇതാ കണ്ടോ, നമ്മൾ നേരത്തെ നമ്മൾ ഔട്ട്പുട്ടിൽ അവിടെ സ്ലൈഡിൽ കാണിച്ച അതേ ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടിയത്. കണ്ടില്ലേ, ഓർഡേഴ്സ് ഐ ഡിയിൽ 1 2 3. ഇത് 3 1 2 അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓർഡർ ബൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഓർഡർ ബൈ എന്ന് കൂടി കൊടുത്താൽ ഓർഡർ ബൈ ഓർഡേഴ്സ് ഡോട്ട് ഓർഡർ ഐ ഡി അസെൻഡിങ് ASC. എന്നിട്ട് ഇത് റൺ ചെയ്താൽ നമുക്ക് ഓർഡർ ബൈ ഡിയിൽ ചെറുതുനിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, ഇവിടെ നല്ല മുകളിൽ വന്ന് ഡിസെൻഡിങ് ഓർഡറിലാണ് അടിയിലേക്ക് DES ഡിസെൻഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഡേഴ്സ് ഐ ഡി ഓർഡർ ഐ ഡി 3 2 1. അതേപോലെ തന്നെ നൾസ് ഇവിടെ വന്നിട്ടുണ്ട്. കസ്റ്റമർ ഐ ഡി ഓർഡർ ഡേറ്റ് നൾസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫുൾ ജോയിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.